അപ്പോൾ ഇതാ പെട്ടി പൊട്ടിക്കൽ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതാ നാട്ടിൽ നിന്ന് വന്ന ആള് ഇല്ലല്ല വീഡിയോ ലൈവല്ല പെട്ടി ലൈവല്ല പെട്ടി പൊട്ടിക്കൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പെട്ടി മലത്തി വെക്ക്. പെട്ടി പൊട്ടിക്കൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മാഷാ അല്ലാ മാഷാ അല്ലാ. അതാ ആദ്യം കിട്ടിയത് മുരിങ്ങൻ്റെ ഇല കേട്ടോ. മുരിങ്ങൻ്റെ ഇല നാട്ടിൽ നിന്നുണ്ടെന്ന് മുരിങ്ങൻ്റെ ഇല. അതെന്താ സാധനം? പത്തിരികളാണേ. പത്തിരി അത് ബീഫല്ല? അതും പത്തിരിയാ? അപ്പോൾ കുറേ പത്തിരികൾ ഇറച്ചി ധരിക്കുന്നു കേട്ടോ. ബീഫാണ്. മാങ്ങയിഞ്ചിൻ്റെ അച്ചാർ, മാങ്ങയിഞ്ചി അച്ചാർ. അതെന്താ സാധനം? എന്താണ്? റാഫിൻ്റെ. അതെന്തൊക്കെയാണ് സാധനം? എന്നാ എൻ്റെ ചിപ്സ് എന്നപടി അത് ഫുള്ള് ബീഫല്ലേ? അതെന്താണ് സാധനം? ചേന. നാട്ടിൽ നമ്മുടെ വീട്ടിലുണ്ടായ ചേന. ഇതെന്താണ്? എന്തൊക്കെ കീശയാണ്? പപ്പായ. നാട്ടിൽ നമ്മളെ വീട്ടിലെ പപ്പായ, പച്ച പപ്പായ കേട്ടോ. നമ്മുടെ കല്ലുപൂച്ച എല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെ വീട്ടിൽ ഉണ്ടായ കപ്പയാണ്. നമ്മുടെ വീട്ടിലെ കപ്പ. അതെന്താ? ഇത് നമ്മുടെ കക്കയാണ്. കക്ക കേട്ടോ. നമ്മുടെ നാട്ടിലെ നാടൻ കക്ക, നമ്മുടെ ഭാരതപ്പുഴയിൽ നിന്ന് പിടിച്ച കക്കയാണ്. ഇതെന്താ സാധനം? പപ്പട. നമ്മുടെ നാടൻ പപ്പടം. അത് ബീഫല്ലേ? എടുത്ത് പുറത്ത് വെക്കല്ലോ. കേട്ടോ ബീഫ്. ഇതെത്ര 5 കിലോ ബീഫ് ഉണ്ടെന്ന് തോന്നുന്നു. ഇത് കപ്പ. അച്ചാറൊക്കെ എടുത്ത് പുറത്ത് വെക്ക്. അതെല്ലാം സെല്ലാച്ചിലേക്ക് വെക്കണം. അതൊക്കെ സെല്ലാച്ചിലേക്ക് വെക്കണം. അത്തിക്ക് വെക്കല്ലേ? ഇതെന്താണ്? ചേന. ഇനി അടുത്ത നമ്മുടെ പെട്ടീൻ്റെ രണ്ടാമത്തെ ഭാഗം തുറക്കുകയാണ് കേട്ടോ. അത് വരുന്നേ സാധനങ്ങൾ. അതെന്താണ്? അത് നാട്ടിലത്തെ നമ്മുടെ ഫ്രഷ് കറുവപ്പട്ടിൻ്റെ ഇല കേട്ടോ. ഇവിടെ കറിയിലേക്കൊക്കെ വേണ്ടി വന്നത്. ഇതെന്ത് സാധനം? പനിക്കൂർക്ക അല്ലേ? പനിക്കൂർക്കൻ്റെ ഇല. ഇത് സോനാപ്പാപ്പിടി ഉണ്ട്. സോനാപ്പാപ്പിടി. അതെന്തൊക്കെയാണ്? ഇത് പത്തിരിയാണ്. അങ്ങോട്ട് വെക്ക്. പത്തിരിയൊക്കെ അങ്ങോട്ട് വെച്ചോ. വെക്ക്. അടയാണ്. ഇല. അതും പത്തിരി. ആദ്യം നമ്മൾ പത്തിരി എന്ന് പറഞ്ഞത് പത്തിരിയല്ല, ഇലയുടെ ആയിരുന്നു. ചെറിയ മറ്റേ അണ്ടിപ്പുട്ട്. നമ്മുടെ നാട്ടിൽ അണ്ടിപ്പുട്ട്. അരീരം. അത് അരീരാണ്. അവിടേക്ക് ഇതൊക്കെ ഒന്ന് തുറന്ന് നമുക്ക് പിന്നീട് കാണിക്കണം കേട്ടോ. ഇതെന്താ? ബ്രാല്. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കണ്ണനാണ് കേട്ടോ. അങ്ങോട്ട് വെച്ചോ. ഒക്കെ നമുക്ക് സെല്ലാജിൽ വെക്കാം. അതിലൊന്ന് ഉച്ചക്ക് തന്നെ അടിക്കാം. ഫുഡ് ഐറ്റംസ്. അതെന്താ? അരിയാ? എന്തരി? മുളയരി പായസം വെക്കാനുള്ള മുളയരി. അതെന്താ സാധനം? ഇതേത് സ്വീറ്റ്സാണ്? മിക്സ്ഡ് സ്വീറ്റ്സ്. ഇത് അങ്ങോട്ട് വെച്ചോ. ഇത് നാട്ടിൽ നമ്മൾ തേങ്ങ വറുത്ത് കൊണ്ടുവന്ന കേട്ടോ. നമ്മൾ കറി വെക്കാനേ. ഇവിടെ കിട്ടായൊന്നുമില്ല തേങ്ങ, എന്നാലും നാട്ടിലത്തെ തേങ്ങ വറുത്തിട്ട് കൊണ്ടുവന്നത്. ഇത് നമ്മുടെ നാട്ടിലെ ഇതെന്തൊക്കെയാണ്? മാങ്ങ ഉണ്ട്. നമ്മളെ വീട്ടിലുണ്ടായ ഉരുളക്കിഴങ്ങ്, മറ്റേ വള്ളിൻ്റെ മേലെ ഉണ്ടാകുന്ന ഉരുളക്കിഴങ്ങാണ്. ഇനി അടുത്തത് വരട്ടെ. ഇതൊരു മിക്സ്ഡ് സ്വീറ്റാണ്. ഇത് എനിക്ക് സ്പെഷ്യലുള്ള ഇത് നമ്മുടെ ഡയബറ്റിക് പേഷ്യൻറ്റിനുള്ള ഒരു മെഡിസിനാണ് കേട്ടോ. പഞ്ചസാരയ്ക്ക് പകരം ഉപയോഗിക്കുന്ന ഷുഗർ. അതേപോലെ തന്നെ അത് ഡയബറ്റിക് പേഷ്യൻറ്റിന് കഴിക്കാൻ പറ്റുന്ന ഒന്ന്. അതിൻ്റെ ഇടയ്ക്ക് ചാടല്ല. ചിപ്സ്, ബനാന ചിപ്സ്. 1
2 പിന്നെ പല ഐറ്റം മിക്സറുകളുണ്ട്. ഇതാ ഇത്രയും സാധനങ്ങളുണ്ട്. ഇടാ പൂച്ചേ, അതെ കല്ലൂസേ, ഞാൻ ഇവിടെ പോയി നിൽക്കല്ല കേട്ടോ, ഇവരെല്ലാം മണക്കാൻ നിൽക്കുന്നുണ്ട്. ഇത് ഉണ്ണിയപ്പം. ഇനി മറ്റുള്ള അപ്പങ്ങളൊക്കെ പോരട്ടെ. ഇതെന്താണ്? നെയ്യപ്പം. നെയ്യപ്പം വേറെ ഒന്നും കൂടിയില്ലേ? ഈ പണിയൊപ്പിക്കല്ലേ ഇതാ. അപ്പം അത്രയും സാധനങ്ങളൊക്കെ ഇപ്പോൾ നാട്ടിൽ നിന്ന് വന്നതാണേ. ഓക്കെ സുഹൃത്തുക്കളെ, കാണിക്കാത്ത ഒരു സംഗതി കൂടി ഉണ്ട്. നമ്മളെ അണ്ടിപ്പുട്ട് കേട്ടോ. അണ്ടിപ്പുട്ട് ഇതാ. എന്താ ഇത് സാധനം നോക്കിയാൽ. ഇതൊക്കെ നമ്മളെ വൈഫിൻ്റെ കൈകൊണ്ടുണ്ടാക്കിയ സാധനങ്ങളാട്ടാ. അടിപൊളി ടേസ്റ്റാണ്. വൈഫല്ല, സോറി നമ്മളെ മോളെ സ്പെഷ്യലാണ്, എൻ്റെ മകളുടെ സ്പെഷ്യൽ അണ്ടിപ്പുട്ട്. മടക്ക് വരട്ടെ. മടക്ക് നാട്ടിൽ നിന്ന് വൈഫിൻ്റെ സ്പെഷ്യൽ മടക്കാണ്. അവർക്ക് വാതിൽ വന്നെടുത്തൊന്ന് നമ്മളെ കല്ലൊന്ന് പുറത്തേക്കോട്ടെ. അടി സഖേ. അതാ മടക്ക്. നമ്മൾ ഐനാസ് ഇട്ടാ. കാജ എന്ന് പറയും, ഐനാസ് എന്ന് പറയും, മടക്കെന്ന് പറയും. എന്താ ഇത് സാധനം ഒന്ന് നോക്കിയാ. ഏയ് ജഗജില്ലി.